Hello my dear students, welcome to Teacher at Home. Today class we are going to learn the 21st chapter like father, like daughter. അതായത് അച്ഛനെ പോലെ തന്നെ മകളും. ഹാച്ചി ആഷിമ was sitting near the window and reading. ആഷിമ ജനലിന്റെ അടുത്തിരുന്ന് വായിക്കുകയായിരുന്നു. It was windy and there was a lot of dust in the air. നല്ല കാറ്റുള്ള സമയമായിരുന്നു, അതുകൊണ്ട് നിറച്ചു പൊടിയാണ് പുറത്ത്, എയറിൽ, വായു. Suddenly Ashima sneezed loudly. Achi, അപ്പോഴാണ് അവൾ പെട്ടെന്നൊന്ന് തുമ്മിയത്. Ashima's parents were sorting out vegetables in the kitchen. ആഷിമയുടെ പാരൻസ് എന്താണ്, വെജിറ്റബിൾസ് നേരാക്കുകയായിരുന്നു അല്ലേ. Her mother said, she sneezes just like you do. അപ്പൊ അമ്മ അച്ഛൻ്റെ അടുത്ത് എന്താ പറയുന്നത്, നിങ്ങൾ തുമ്മുന്ന പോലെ തന്നെയാണ് അവളും ചെയ്യുന്നത്. If you were not here, I would have thought it was yours. നിങ്ങളിപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടാവും അത് നിങ്ങളാണെന്ന്. Fill in the table. Ashima sneezed just like her father. Do you have any such habit of trait which is similar to that of anyone in your family? What is it? Who is it similar to? അതായത് ആഷിമ അവളുടെ അച്ഛനെ പോലെയാണ് തുമ്മിയത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടോ? നിങ്ങളുടെ അച്ഛനെ പോലെയോ അമ്മയെ പോലെയോ ഗ്രാൻഡ് ഫാദേഴ്സിനെ പോലെയോ എന്തെങ്കിലും ഹാബിറ്റ് ഉണ്ടോ? അവരുടെ എന്ത് പെക്യുലിയാരിറ്റിയാണ് ഞങ്ങളിലുള്ളത്, അത് നിങ്ങൾ എഴുതുക. ഏത് ഹാബിറ്റാണ് നിങ്ങൾക്കുള്ളത്, അത് ആരുമായിട്ടുമാണ് സിമിലർ എന്ന് കൂടി എഴുതണം. Tell, does your face or anything else look similar to that of someone else in your family? അതായത് നിങ്ങളുടെ ഫേസോ ഹെയറോ നോസ് മൗത്ത് എനിത്തിങ് ഈസ് സിമിലർ ടു someone else in your family. വീട്ടിൽ ആരെങ്കിലുമായിട്ട് സിമിലർ ഉണ്ടോ? വാട്ട് ഈസ് ഇറ്റ്? ഏതാണത്? Did someone tell you this or did you find it out yourself? ഇത് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞതാണോ അതോ നിങ്ങൾ തന്നെ ഇത് കണ്ടുപിടിച്ചതാണോ? How do you feel when people compare you with someone else in your family? അപ്പോൾ how do you feel when അതായത് വേറെ ആരെങ്കിലും നിങ്ങളെ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യണത്? Who laughs the loudest in your family? ആരാണ് ഒച്ചത്തിൽ വീട്ടിൽ ചിരിക്കാറ്? Laugh like that person. എന്നിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുക. Who is whose aunt? നീലിമ has gone to the house of her nanny. അതായത് നീലിമ എവിടേക്കാ പോയത്? നാനിയുടെ വീട്ടിലേക്ക്, അമ്മയുടെ വീട്ടിലേക്ക് അല്ലേ. സ്കൂൾ ഹോളിഡേയ്സിനാണ് പോയത്. She saw someone coming and went to tell her mother. എന്നിട്ട് ഒരാള് വന്നിട്ട് അമ്മയോട് പറയുകയാണ്, അമ്മ എ മൗസി, അമ്മയുടെ ചേച്ചി, has come to meet you. വന്നിട്ടുണ്ട് കാണാൻ. Her mother came to see you who had come. She told Neelima, no, this is not your mausi. She is your sister Kiran. ഇത് നിന്റെ മൗസി അല്ല, നിന്റെ ചേച്ചിയാണ് കിരൺ. You know the eldest Nani? Kiran is a daughter of her elder son. അപ്പൊ എൽഡസ്റ്റ് ആയിട്ടുള്ള നാനീനെ അറിയില്ലേ? അവരുടെ മൂത്ത മോനാണ് കിരൺ. Kiran is your cousin sister. You are her cute son Zamir's mausi. Okay. Make a list of all the family members from Neelima's nanny to little Zamir. How are they all related to Neelima? അപ്പോൾ എങ്ങനെയാണ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൗസി ആണോ എന്ന് ചോദിച്ചപ്പോൾ മൗസി എന്ന് പറഞ്ഞാൽ മദറിന്റെ സിസ്റ്റർ അല്ല. ഷീ ഈസ് യുവർ സിസ്റ്റർ കിരൺ. യു നോ യുവർ എൽഡസ്റ്റ് നാനി, മൂത്ത നാനി അല്ലേ, അമ്മയുടെ അമ്മ, ചേച്ചി. അപ്പൊ അവരുടെ കിരൺ ഈസ് ദ ഡോട്ടർ ഓഫ് ഹെർ എൽഡർ സൺ, മൂത്ത മോന്റെ മോളാണ് ആര്? അവരുടെ മൂത്ത മോന്, അവരുടെ മോളാണ് കിരൺ. കിരൺ ആരാണ്? കസിൻ സിസ്റ്റർ ആണ്. യു ആർ ഹെർ ക്യൂട്ട് സൺ സമീർസ് മൗസി, സമീറുടെ മൗസിയാണ് ഈ. ഓക്കെ. In your family, are there any such example of uncle, nephews or brothers, sisters where there is a big difference in the age? In some family, the elder one may be of 15 or 18 and the younger one may be of 2 or 3 age. അല്ലേ, അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ ചില ഫാമിലീസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. How we are all related? നമ്മളെല്ലാവരും എങ്ങനെയാണ് റിലേറ്റഡ്? You look exactly like your daddy's cousin sister, second daughter. നീലിമ started playing with Samir. നീലിമ സമീറിന്റെ കൂടെ കളിക്കാൻ തുടങ്ങി. Her mother called Kiran and said, see, my Neelima's hair is a lot like yours. നീലിമയുടെ മുടി കുറേ അതായത് നിന്റെ മുടിയുടെ അതേ സിമിലാരിറ്റി ആണ്
thick, curly and black. It's good. She does not have hair like mine. അവൾക്ക് എൻ്റെ പോലത്തെ മുടിയല്ല ലഭിച്ചത്. Straight, limp and brown. Nilima's nanny laughed and said, Yes, isn't it strange? ഇതെന്തോ ഒരു strange ആയി തോന്നുന്നു അല്ലേ? We sisters had thick curly hair and our second generation has similar hair. First generation ഇല്ല, പക്ഷേ second generation എന്താ ഉള്ളത്? നീലിമയുടെ നാനിയാണ് പറഞ്ഞത് അല്ലേ? First generation means their daughters or son doesn't have the curly hair, but their granddaughters having the curly hair. We are called distant relatives, but how closely related we are in many ways. പക്ഷേ ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണെങ്കിലും നമ്മളൊക്കെ ക്ലോസ് ആയിട്ട് ലിങ്ക്ഡ് ആണ് അല്ലേ? Find out and write. And what it is here? Find out and write. Does Nilima have curly hair like her nannies? Now you look for some special trait in your sister or brother, like the color of the eyes, dimples in cheeks, height, broad or sharp nose, voice, etc. See if this trait comes from the father's side or the mother's side. Make this table in your notebook and fill it. നീലിമയ്ക്ക് കേളി ഹെയർ ഉണ്ട് അല്ലേ? നാനീനെ പോലെ. ലുക്ക് ഫോർ സം സ്പെഷ്യൽ ട്രേറ്റ് ഇൻ യുവർ സിസ്റ്റർ. നിങ്ങളുടെ സിസ്റ്ററിലോ ബ്രദറിലോ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി കാണുന്നുണ്ടോ? ഐസിന്റെ കളറിൽ, ചീക്സ്, ഹൈറ്റ്, ബ്രോഡ്, നോസിന്റെ, വോയിസിന്റെ ഷേപ്പ്, വോയിസിന്റെ വോയിസ് അല്ലേ? ഇതൊക്കെ ഫാദറുടെ ആണോ മദറുടെ സൈഡിൽ നിന്നാണോ കാണുന്നത് എന്നുള്ളത് നോക്കുക. Have you seen a young child in your family? Whom does the child eyes, ear, nose or fingers look like in the family? അപ്പോൾ ഒരു ചെറിയ കുട്ടി നമ്മൾ കാണുകയാണെങ്കിൽ ആ കുട്ടിയുടെ സിമിലാരിറ്റി ആരുമായിട്ടാണ് ഉള്ളത്? Nilima's hair is like her nanny's, thick and curly. Nilima's mother has straight brown and limp hair. What type of hair do you have? നീലിമയുടെയും നീലിമയുടെ അമ്മയുടെയും മുടിയുടെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ എങ്ങനത്തെയാണ്? ബ്ലാക്ക് ഓർ ബ്രൗൺ, ഓയിലി ഓർ ഡ്രൈ? ഓക്കെ. What is the color of your hair? നിങ്ങളുടെ കളർ, ഹെയറിന്റെ കളർ എന്താണ്? Measure and write the length of your hair. നിങ്ങളുടെ ഹെയറിന്റെ ലെങ്ത് എത്രയാന്നുള്ളത് എഴുതുക. Is your hair like that of anyone else in your family? നിങ്ങളുടെ ഹെയർ എന്ന് പറയുന്നത് വീട്ടിലെ ആരെങ്കിലും പോലെയുള്ളതാണോ? If yes, write the name. അങ്ങനെയാണെങ്കിൽ പേര് എഴുതുക. Measure the half of the members of your family. Who has the longest hair in your family? How many people do you know whose hair is longer than 1 meter? 1 മീറ്ററിനെ കാട്ടി നീളമുള്ള ഹെയർ ആരുടെയൊക്കെയാണ്? Write that name. Does having long hair run in their family? Do you know how to measure your height? നിങ്ങളുടെ ഹൈറ്റ് മെഷർ ചെയ്യാൻ അറിയോ? Measure yourself and from head to toe and write how tall you are. അതായത് തലയിൽ നിന്ന് കാൽപാദം വരെ അളക്കണം, എന്നിട്ട് എത്രയുണ്ട് എന്നുള്ളത് പറയണം. How tall do you think you will be when you grow up? നിങ്ങൾ വലുതാവുമ്പോൾ എത്രത്തോളം വളരും എന്ന് നോക്കൂ. Is anyone else in your family of the same height? നിങ്ങളുടെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതേപോലെയുള്ള ഹൈറ്റ് ഉണ്ടോ? Measure the height of your family members and write it down. വീട്ടിലെ ആൾക്കാരുടെ ഹൈറ്റ് എഴുതിയിട്ട് ഹൈറ്റ് നോക്കിയിട്ട് അത് എഴുതുക. Is this a mirror? ഇതൊരു കണ്ണാടിയാണോ? Look at the next page. Saroja standing in front of the mirror. അടുത്ത പേജിൽ നോക്കാം. സരോജ എന്താണ്? കണ്ണാടിയുടെ മുമ്പിൽ നോക്കുകയാണ് അല്ലേ? Now this is her twin. അവളുടെ ട്വിൻസ് ആണ്, അവർ ട്വിൻസ് ആണ്. Did you get confused? അവരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാറുണ്ടോ? Her mother, brother, mama also get confused when he sees them together. അപ്പോൾ മാമയ്ക്ക് ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ ആണ് അല്ലേ? രണ്ടുപേരും ഒരേപോലെ കാണുമ്പോൾ. At times, Saroja gets scolded for mischief done by Suhasini. ചില സമയത്ത് സരോജയ്ക്കാണ് വഴക്ക് കിട്ടുക, പക്ഷെ തെറ്റ് ചെയ്തത് സുഹാസിനി ആവും. Sometimes Suhasini tricks her mama and says Suhasini has gone out. അപ്പോൾ ചിലപ്പോൾ മാമയെടുത്ത് എന്താ അവള് പറയുക? സുഹാസിനി പുറത്തു പോയി എന്ന് പറയും അല്ലേ? ആരാ? സുഹാസിനി തന്നെയാണ് ഇത് പറയാറ്. But now mama had learned a trick. He says, sing a song in Marathi. Why this funny trick? Read about them, you will understand. അതായത് ഒരു മറാത്തി പാട്ട് പാടാൻ പറയും. The sisters were just 2 weeks older when Saroja's Chachi adopted her and took her to Pune. അതായത് അവർ 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. സരോജയുടെ ഫാദേഴ്സ് ബ്രദേഴ്സ് വൈഫ് ചാച്ചി അല്ലേ? ബ്രദറുടെ വൈഫ് അഡോപ്റ്റഡ് ഹർ ആൻഡ് ടു ഹർ ടു പൂനെ.
Everyone in Chachi's house is very fond of music. ചാച്ചിയുടെ വീട്ടിൽ എല്ലാവരും പാട്ടിൽ താല്പര്യമുള്ളവരായിരുന്നു. Mornings begin with music in the house. രാവിലെ തന്നെ പാട്ടുമായിട്ടാണ് തുടക്കം. Saroja knows many songs in both the languages, Tamil and Marathi. സരോജയ്ക്ക് എല്ലാ ലാംഗ്വേജിലുള്ള പാട്ടും അറിയാം, തമിഴിലും മറാത്തിയിലുള്ള പാട്ടുകളൊക്കെ അറിയാം. At home, everyone speaks Tamil, and at school, most of the children speak in Marathi. വീട്ടിൽ തമിഴാണെങ്കിലും സ്കൂളിൽ അവർ മറാത്തിയാണ് സംസാരിക്കുന്നത്. സുഹാസിനി stays with her father in Chennai. സുഹാസിനി അവളുടെ അച്ഛൻ്റെ കൂടെ ചെന്നൈയിലാണ് താമസിക്കുന്നത്. Her father is a karate coach. അച്ഛൻ ഒരു കരാട്ടെ കോച്ചാണ്. Since she was 3, സുഹാസിനി started doing karate with other children. 3 വയസ്സ് തൊട്ട് തന്നെ സുഹാസിനി കരാട്ടെ ചെയ്യാൻ തുടങ്ങി. On holidays, both father and daughter start practicing in the morning. ലീവിലെ സമയത്ത് അച്ഛനും മോളും എന്താണ് പ്രാക്ടീസ് ചെയ്യാൻ രാവിലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. സരോജ ആൻഡ് സുഹാസിനി ലുക്ക് അലൈക്ക് ബട്ട് ആർ ഓൾസോ ക്വൈറ്റ് ഡിഫറെൻറ്റ്. രണ്ടുപേരും ഒരേപോലെ ഇരുന്നെങ്കിലും കുറച്ച് വ്യത്യാസമുണ്ട്. ഡു യു നോ വൈ മാമ ഹാസ് ഹിസ് വേ ഓഫ് ഫൈൻഡിങ് ഔട്ട് ഹു ഇസ് ഹു? എങ്ങനെയാണ് അയാളുടെ വേ ഓഫ് ഫൈൻഡിങ് ഉണ്ട് അല്ലേ? What is similar between Saroja and Suhasini? What is different? Even though they are looking similar, Saroja knows music, Marathi music, and Suhasini knows karate. Do you know any twins? Twinsകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? What is similar in them? അവരിൽ എന്ത് പ്രത്യേകതയാണ് കാണാറ്? How are they different? How are they different means all the majority of the character will be similar, and some talents will be there for both. Do you know of things who do not know the same, look the same? പക്ഷെ ചില ടിങ്സ് ഉണ്ട് അല്ലേ, അവരെ കണ്ടാൽ തന്നെ കാഴ്ചയിൽ തന്നെ യാതൊരു സിമിലാരിറ്റിയും തോന്നാറില്ല. സരോജ ആൻഡ് സുഹാസിനി ലുക്ക് എ ലോട്ട് ലൈക്ക് ഈച്ച് അതർ, യെറ്റ് ദേ ആർ ഡിഫറെൻറ്റ്. ഫോർ എക്സാമ്പിൾ, സരോജയ്ക്ക് എന്താണ് കുറേ ലാംഗ്വേജസ് 2 ലാംഗ്വേജ് അറിയാം അല്ലേ. സുഹാസിനി ഓൾസോ ടോക്ക്ഡ് 2 ലാംഗ്വേജസ്, ഷുഡ് ഓൾസോ ലേൺ ബോത്ത്. വി ലേൺ മെനി തിങ്സ് ലൈക്ക് ലാംഗ്വേജ്, മ്യൂസിക്, ലവ് ഫോർ റീഡിങ്, നിറ്റിങ് തയ്ക്കുക. When we have a chance and an environment, നമുക്കൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. This from the family. Do this interesting survey in your class. In the survey, write how many children can do this without touching your feet. Fold your tongue towards the mouth of the, അതായത് touching your teeth, അത് കണ്ടില്ലേ, ടീത്ത് ടച്ച് ചെയ്യാതെ തന്നെ ഫോൾഡ് ചെയ്യുക, നാവ് വളയ്ക്കുക. Roll your tongue by lifting it with the sides. Roll ചെയ്യുക. Open all the toes of the feet. Now without moving the others, move the little toe. Little toe മാത്രം move ചെയ്യുക. Touch the thumb of the wrist. See here, this thumb, it is touching the wrist. Make a V by separating 2 fingers of your hand to each side. 2 ഫിംഗേഴ്സിനെയും അപ്പുറത്താക്കിയിട്ട് V shape ഫോം ചെയ്യാം. Move your ears without holding it. തൊടാതെ തന്നെ അതിനെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇയേഴ്സിനെ. Those children who could do any of this should ask the family members also to do so. So how many children have got this trait from their family? എത്ര പേർക്കാണ് അവരുടെ കുടുംബത്തിൽ നിന്നും ഈ ഒരു സ്വഭാവം ലഭിച്ചത്? But not this from parents. Sadi was only a few months old when one of her legs was affected by polio. അപ്പോൾ പോളിയോ അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് സദിക്ക് എത്രയാണ്? കുറച്ച് മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. But she never let this come in the way of her work and her life. Walking long distances and climbing many stairs has been a part of her work. അതായത് കുറേ ദൂരം യാത്ര ചെയ്യലും പിന്നെന്താണ് കുറേ അങ്ങോട്ട് കയറി ഇറങ്ങുമൊക്കെ ചെയ്യും. Some people tell her not to have any children. She is also worried that her children may also get polio. അതായത് ചില ആൾക്കാർ പറയും എന്താണ് അവൾക്ക് കുട്ടികൾ ഉണ്ടാവാറില്ല, കാരണം ആ കുട്ടികൾക്ക് എന്ത് കിട്ടും? പോളിയോ കിട്ടും. She spoke to a doctor about this. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഡോക്ടറോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. Have you read or heard anything about polio? Polio, it is eradicated from our country now. Have you read or heard any news about pulse polio? Do you know anyone who has polio? Polio എന്നുള്ളത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇതാണ് അല്ലേ, പോളിയോ വാക്സിൻ നമ്മൾ കൊടുക്കാറുണ്ട്. In order to prevent the legs get weakened. If you are not given polio, the legs get weakened. That is the symptoms of that disease. Experiment with peace, rough or smooth. George Mendel was born in a poor family in Austria. Mendel experiment നമ്മൾ കണ്ടതാണ്. In 1822, he was very fond of studies.
But the very thought of examination made him nervous. അതായത് പഠിക്കാൻ നല്ല താല്പര്യമുള്ള വ്യക്തിയായിരുന്നു, പക്ഷെ എക്സാമിനേഷൻ ആലോചിക്കുമ്പോൾ തന്നെ വിറയലാണ്. You too feel the same. He did not have money to study at the university, so he thought of becoming a monk in the monastery. അതായത് യൂണിവേഴ്സിറ്റി പഠിക്കാനുള്ള പൈസയൊന്നും അയാളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പുരോഹിതനാവാൻ തീരുമാനിച്ചു. He thought from there he could be sent to study further. അവിടെ നിന്നും അയാളെ കൂടുതൽ പഠിക്കാൻ അയക്കുമെന്ന് വിചാരിച്ചു, which he was. But to become a science teacher, he had to take an exam. Science teacher ആയാൽ ഒരു പരീക്ഷ എഴുതണം. Oh no, he got so nervous that he kept running away from the exam and kept failing. But he did not stop doing experiments. എന്തെന്നെ ആയാലും അദ്ദേഹം എക്സ്പെരിമെന്റ്സ് ചെയ്തുകൊണ്ടിരുന്നു. For 7 years, he did experiments on 28,000 plants in the garden of the monastery. He worked hard, collected many observations, made a new discovery. അതായത് കുറേ പ്ലാന്റ്സിനെ കളക്ട് ചെയ്തു അല്ലേ, അറൌണ്ട് 28,000. Something which scientists at that time could not even understand. They understood that many years after his death, when other scientists did such experiments and read what Mendel had written already. അതായത് അദ്ദേഹം മരിച്ച ശേഷം കുറേ സയൻറ്റിസ്റ്റ് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ആണ് അവർക്കത് മനസ്സിലായത്. മെൻഡൽ എന്താണ് പ്ലാന്റ്സിൽ കണ്ടത്? He found that pea plant has some traits which come in pairs. Like the seed is either rough or smooth, it is either yellow or green, and the height of the plant is either tall or short. അപ്പോൾ സീഡ്സിലുള്ള പെക്യൂലിയാരിറ്റി ആണ്. ചില സീഡ്സ് വെച്ചിട്ട് ചെടികൾ വരുമ്പോൾ അതെന്തായിരിക്കും, റഫും സ്മൂത്തും അല്ലെ, ഐദർ റഫ് ഓർ സ്മൂത്ത്, ടോൾ ഓർ ഗ്രീന്, യെല്ലോ ഓർ ഗ്രീൻ, ഹൈറ്റ് ഈസ് ടോൾ ഓർ ഷോർട്ട്. ഹി ഫൗണ്ട് ദി സെയിം വിത്ത് കളർ. കളറുമായിട്ടും ഇങ്ങനെ തന്നെ കാണാറുണ്ട്. സീഡ്സ് വിച്ച് ആർ ഐദർ ഗ്രീൻ ഓർ യെല്ലോ ഗീവ് റൈസ് ടു ന്യൂ സീഡ്സ് വിച്ച് ആർ ഐദർ ഗ്രീനോ യെല്ലോ ഉള്ള സീഡ്സ് എന്താണ്, പുതിയ ഗ്രീനോ യെല്ലോ സീഡ്സ് ജനറേറ്റ് ചെയ്യാറുണ്ട്. The next generation does not have seeds with a mixed new color made from both the green and yellow. Mendel showed that it in the next generation pea plants it will be more plants having yellow seeds. കുറേ plants ഉണ്ടാവും എന്താ yellow seeds ഉള്ളത്, with smooth seeds. Some from the family, some from the environment. From a distance, Vaiba knows her Nana grandfather എന്താണ് coming from his loud laughter. ഉറക്ക ചിരി കണ്ട് തന്നെ അവൾക്ക് മനസ്സിലാവുക അത് അവളുടെ നാനയാണെന്ന്. ടോക്ക് ലൗഡ്ലി ആൻഡ് ഹിയേഴ്സ് വിത്ത് ഡിഫിക്കൽട്ടി. ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്, ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആർ ദ പീപ്പിൾ ഇൻ യുവർ ഹൗസ് ഹു ടോക്ക് ലൗഡ്ലി? നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ആൾക്കാരുണ്ടോ ഒച്ചത്തിൽ വർത്താനം പറയുന്നത്? ഇസ് ഇറ്റ് ദെയർ ഹാബിറ്റ്? അത് അവരുടെ സ്വഭാവമാണോ? ഓർ ദേ കനോട്ട് ഓൾസോ ഹിയർ വെരി വെൽ? അതോ അവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ആർ ദർ ടൈംസ് വെൻ യു ഡു നോട്ട് ടോക്ക് ലൗഡ്ലി? ഏതെങ്കിലും സമയമുണ്ടോ നിങ്ങൾ ഒച്ചത്തിൽ സംസാരിക്കാതിരിക്കാൻ? ഫ്രണ്ട് ഓഫ് സം പീപ്പിൾ, ആൾക്കാരുടെ മുമ്പിൽ. ദെൻ വിത്ത് ഹും, ആരുടെ കൂടെയാണ്? വൈ വെൻ യു സ്പീക്ക് ലൗഡ്ലി, എപ്പോഴാണ് ഉറക്കെ സംസാരിക്കാറ്? സം പീപ്പിൾ യൂസ് എ മെഷീൻ ഇൻ ദെയർ ഇയർ ടു ഹെൽപ്പ് ദം ഹിയർ ബെറ്റർ അല്ലേ? ചിലവർ ചെവിയിൽ മെഷീൻ വെക്കാറുണ്ട്, എന്തിനു വേണ്ടിയിട്ടാ? നല്ലോണം ക്ലിയറായി കേൾക്കാൻ. സം യൂസ് എ സ്റ്റിക്ക് ഓർ സ്പെക്ടിക്കിൾസ് ടു ഹെൽപ്പ് ദം ഇൻ അതർ വേസ്. ചിലവർ ഒരു സ്റ്റിക്കോ വടിയോ സ്പെക്സോ ഉപയോഗിക്കാറുണ്ട്. ഡു യു നോ സംവൺ ഹൂ ഡസ് സോ? ആരാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയോ? ടോക്ക് ടു പീപ്പിൾ ഹൂ കനോട്ട് ഹിയർ വെരി വെൽ. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കുക. ഫൈൻഡ് ഔട്ട് ഇഫ് ദേ ഹാഡ് ദിസ് പ്രോബ്ലം ഫ്രം ബർത്ത്. അതായത് ജന്മം തൊട്ട് തന്നെ അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. When they start to have a problem hearing, what difficulties? Because they will not be able to hear the sound of any vehicles coming. We have seen some traits or habits which had from our family. ചില ഫാമിലിയിൽ തന്നെ ഹെറിഡിറ്ററി ആയിട്ട് തന്നെ ഈ അസുഖം പാസ് ചെയ്യാറുണ്ട്, അല്ലാതെ തന്നെയും ചിലവർക്ക് ലഭിക്കാറുണ്ട്. Some things and skills we learn from the environment. At times our ability change because of some illness. അല്ലേ, ചില കഴിവൊക്കെ എന്താണ്, അസുഖം കൊണ്ടോ വയസ്സായത് കൊണ്ടോ നമ്മളിൽ ഡിസപ്പിയർ ആവാം. ടുഗദർ മേക്കേഴ്സ് വാട്ട് വി ആർ. ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ എന്താന്നുള്ളത് നമ്മളെ ഉണ്ടാക്കുന്നത്. Okay, so that's all about this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.